ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടനയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഒരു അനാഥ മന്ദിരം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. അനാഥ മന്ദിരം നിർമ്മിക്കുന്നതിന്റെ ധനശേഖരണാർത്ഥം ഏപ്രിൽ 19 ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 6 മണിക്ക് സിനിമ സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മിഷൻ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്രീകരിച്ച് നാഷണൽ കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി സ്റ്റേറ്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവിൽ എടുത്ത തീരുമാനം ആലപ്പുഴ ജില്ലയിൽ വെച്ച് നമ്മളുടെ സംഘടന ദയ 2015 എന്നുള്ള ഒരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു അഗതി മന്ദിരത്തിൻ്റെ പ്രോജക്റ്റാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് പിരിവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സംഘടനയാണ്. നമ്മൾ മുന്നോട്ടും പിരിക്കാനും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രവർത്തകരെ നിർത്തണമെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോയാൽ ഇതുപോലുള്ള മറ്റ് ഷോകളോ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫണ്ട് യഥാവണ്ണം വിനിയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു തീരുമാനത്തിൽ 2 ദിവസമായി PDT ആചാര്യ സാർ പോലും ഇതിൻ്റെ പ്രവർത്തനത്തിനായിട്ട് വരികയും പല വേദികളിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വാർഡ് തലം തൊട്ട് ദേശീയ തലം വരെയുള്ള കമ്മിറ്റികളാണ്. 1.25 ലക്ഷത്തിൽ പരം ആൾക്കാർ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. എങ്കിലും നമ്മളുടെ പ്രവർത്തകർ പലയിടത്തുനിന്നും വരാറുണ്ട്. ഇതെല്ലാം പാസ് മൂലമായിരിക്കും നമ്മൾ പ്രവർത്തകരെ പോലും ഇതിലേക്ക് ക്ഷണിക്കുന്നത്. സ്റ്റേജ് ഷോ നടത്തി ലഭിക്കുന്ന പണം ഉപയോഗിച്ചാണ് അനാഥ മന്ദിരം നിർമ്മിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തൽപരരായ ചലച്ചിത്ര താരം സുരേഷ് ഗോപി, മുകേഷ്, സുരാജ് വെഞ്ഞാറമൂട്, ശ്വേത മേനോൻ, രമ്യ നമ്പീശൻ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം പ്രഗത്ഭരായ സീരിയൽ താരങ്ങളും സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കും. ദയ എന്ന പേരിലാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്.